മലയാളത്തിന്റെ ഭാവഗായകന് വിട പറയുകയാണ് കേരളത്തിനു പുറത്തുമുള്ള ആസ്വാദകർ. അന്തരിച്ച പി ജയചന്ദ്രന്റെ മൃതദേഹം തൃശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിൽ രാവിലെ 8 മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും. സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലും പൊതുദർശനമുണ്ടാകും. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ജയചന്ദ്രന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് എറണാകുളം പറവൂരിലെ പാലിയത്ത് തറവാട്ടിൽ നടക്കും. ഡാനി പോൾ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അമല ആശുപത്രിയിലാണുള്ളത്. അവിടെ നിന്ന് പൂങ്കുന്നത്തേക്ക് എത്തിക്കുക. തുടർന്നാണ് ഇന്ന് പൊതുദർശനത്തിന് വീട്ടിലും സംഗീത നാടക അക്കാദമിയിലുമൊക്കെയായി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ തന്നെ ആളുകൾ എത്തുന്നുണ്ടോ? ഇന്ന് നിശ്ചയിച്ച പ്രകാരം കാര്യങ്ങൾ നടക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അത്രയേറെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരുണ്ട്, അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇവരെല്ലാം ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. എന്നാലും എങ്ങനെയാണ് കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങൾ? ശ്രീജ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിശ്ചയിച്ച പ്രകാരമുള്ളൊരു സമയക്രമം ഇതാണ്. അത് സൂചിപ്പിച്ചതുപോലെ മാറ്റം വരാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. എങ്കിലും നിലവിലുള്ളൊരു സമയക്രമം ഈ രീതിയിലാണ്. ഇവിടെ അമല ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 8 മണിയോടുകൂടി പൂങ്കുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഏതാണ്ട് 10 മണി വരെയാണ് പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ റീജിയണൽ ഹാളിലേക്ക്, റീജിയണൽ തിയേറ്ററിലേക്ക്, സാഹിത്യ അക്കാദമി റീജിയണൽ തിയേറ്ററിലേക്ക് അവിടേക്ക് 10 മണിക്ക് ശേഷം ഭൗതിക ശരീരം എത്തിക്കും. അവിടെയാണ് പിന്നീട് ഉച്ചവരെ 12 മണി വരെയെന്നാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന സമയം. 12 മണി വരെ അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു. ഇതിനുശേഷം തിരികെ പൂങ്കുന്നത്തെ വസതിയിലേക്ക് തന്നെ തിരികെ പോവുകയും പിറ്റേന്ന് രാവിലെ 8 മണി വരെ അവിടെ ആയിരിക്കും ഭൗതിക ശരീരം ഉണ്ടാകുക. ആ സമയം അത്രയും അവിടെ വന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയക്രമം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടുകൂടി ഇവിടെ നിന്ന് ഈ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് എറണാകുളം പറവൂര് ചെന്നമംഗലത്തുള്ള പാലിയം അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിലേക്ക് അവിടേക്ക് കൊണ്ടുപോകും. അവിടെ 3 മണി വരെ അവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. അതിനുശേഷം 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന ഒരു സമയക്രമം. പക്ഷേ തൃശ്ശൂരിലെ സമയക്രമത്തിലെല്ലാം മാറ്റമുണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂരിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഏറ്റവും വിപുലമായ രീതിയിലുള്ളൊരു പൊതുദർശനം എന്ന രീതിയിലെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് റീജിയണൽ ഹാളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലൊരു സമയക്രമം 10 മുതൽ 12 മണി വരെ എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി നീളാനുള്ള, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൂടുതൽ പേരും അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടേക്ക് എത്തിച്ചേരും. എവിടെയായിരുന്നാലും അവിടേക്കെല്ലാം തന്നെ ആളുകൾ വരാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. സാധ്യതകൾ എന്നല്ലാതെ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും തന്നെ ഒരു സമയക്രമത്തിൽ, തൃശ്ശൂരിലെ ഒരു സമയക്രമത്തിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഈ സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പൂങ്കുന്നത്തെ വസതിയിലും റീജിയണൽ തിയേറ്ററിലുമായിട്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. അവിടെയായിരിക്കും ഏറിയ പങ്കും ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുക. തൃശ്ശൂരിലെ റീജിയണൽ ഹാളിലേക്ക് കൂടുതൽ സമയം വേണമെന്ന രീതിയിലേക്ക് ചില ചിന്തകൾ വന്നിട്ടുണ്ട്. എന്നാലും അത് വീട്ടുകാരോട് ആലോചിച്ചിട്ട് ആ സമയത്തിൽ ഒന്നുകൂടി പുനഃക്രമീകരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്. വലിയ രീതിയിലുള്ളൊരു ജനാവലിയെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഒരു സ്വന്തം ഭൂമികയിൽ അവിടെ എല്ലാവരെയും തന്നെ ഒരുപക്ഷെ പരിചയമുള്ള ഒരാൾ തന്നെ എന്ന് വിശേഷിപ്പിക്കാം. സൗഹൃദങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം കൽപ്പിച്ച ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം യാത്രയാകുമ്പോൾ അർഹിച്ച ഒരു ആദരവോടുകൂടി വിട നൽകുന്നതിന് വേണ്ടി തന്നെയാണ് സാംസ്കാരിക നഗരിയായ തൃശ്ശൂർ ഒരുങ്ങി നിൽക്കുന്നത്, തൃശ്ശൂർ തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്ന് പറയാം. കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഈ മരണം സ്ഥിരീകരിക്കുമ്പോൾ തന്നെയും അത് ബോധ്യപ്പെട്ടതാണ്. രാത്രി വൈകിയും ഒട്ടനവധി പേർ ഇവിടേക്ക് വരുന്നു. അതിൽ എല്ലാവരും തന്നെയുണ്ട്. ഈ ഒരു
ഒരു പരിച്ഛേദം, ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദം തന്നെ അതിൽ ഇവിടേക്ക് വന്നിരുന്നു. വിവിധ തുറകളിൽപ്പെട്ടവരെല്ലാവരും തന്നെ അന്വേഷിച്ച് എത്തുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നലെ ആശുപത്രിയിലേക്കുണ്ടായത്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്തയറിഞ്ഞ് ഇവിടേക്ക് എത്തിയവരോ നിരവധി പേരാണ്. അദ്ദേഹം പല സൗഹൃദങ്ങളുടെ ഇഴയടുപ്പം എല്ലാം തന്നെ നേരിട്ട് ഇവിടെ നിന്നാൽ ബോധ്യപ്പെടുന്ന രീതിയിലാണ്. ഇപ്പോഴും ഇവിടേക്ക് എത്ര മണിക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക, ഇവിടെ അതിനുള്ളൊരു അന്തിമോപചാരം അർപ്പിക്കാൻ ആശുപത്രിയിൽ ഒരു സൗകര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് തന്നെയും എത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തിരക്ക് എല്ലായിടത്തും തന്നെ പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊരു സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഒടുവിലും അറിയാനായിട്ട് സാധിക്കുന്നത്. ശ്രീജ, തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇന്നൊരു വലിയ ദുഃഖത്തിന്റെ ദിവസമാണ്. സത്യത്തിൽ സ്കൂൾ കലോത്സവം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്തിനാണ് നടത്തുന്നത് എന്നൊക്കെ പലപ്പോഴും വിമർശനാത്മകമായി ചോദിക്കുമ്പോൾ അതിന് കേരളത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു പി ജയചന്ദ്രൻ, കെ ജെ യേശുദാസ് എന്നീ 2 പേരുകൾ. അതിൽ പി ജയചന്ദ്രൻ്റെ നാട്ടിലേക്ക് ഈ കലാകിരീടം ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം മടങ്ങിയെത്തിയതിൻ്റെ ആ ദിവസമാണ് നമ്മൾ ഇങ്ങനെ ഒരു മരണവാർത്ത കേൾക്കുന്നത്. ഇന്ന് അവിടെ തൃശ്ശൂരിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു സന്തോഷ സൂചകമായി. പക്ഷേ അത് ഏറ്റവും ദുഃഖസൂചകമായി ഒരു ദിവസമായി മാറുകയാണ്. അത്രത്തോളം തൃശ്ശൂരുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണല്ലോ പി ജയചന്ദ്രൻ. സാംസ്കാരിക നഗരം അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുക.